Check my walk and the talk, got me close to you. Got the shades and the cap with my uniform too. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ പ്രമുഖ നേതാവില്ലേ, എത്ര വലിയ തെറ്റാ ചെയ്തത്. എനിക്കും തോന്നിയത് എത്ര ഗുരുതരമായ സ്ത്രീ പീഡനമാണ്. സ്ത്രീകളെ മുഴുവൻ അവമാനിക്കുന്ന നിലപാടല്ലേ സ്വീകരിച്ചത്. പ്രായമായ പെൺപിള്ളേരോടുള്ള അവന്റെ പെരുമാറ്റം നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ എങ്ങനെ പറയും? പരമാഭാസൻ, വൃത്തികെട്ടവൻ. ഇവൻ ഏത് വയറ്റിലാ ഉണ്ടായത്? ബാംഗ്ലൂരിൽ നിന്ന് ഗർഭം അലസിപ്പിക്കാൻ മരുന്ന് കൊണ്ടുവന്ന് കൊടുത്ത് എത്രമാത്രം ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. വൃത്തികെട്ടവനെ, നിന്നെ പറ്റി അവള് പറയുന്നതൊക്കെ സത്യമാണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ഇത്ര വൃത്തികെട്ടവനാണ് അവനെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. കോൺഗ്രസ് പാർട്ടിയുടെ ഈ അഭിപ്രായമുള്ള നേതാക്കളും എല്ലാം ആലോചിക്കേണ്ട ഒരു കാര്യം, അവർക്ക് പെൺമക്കളില്ലേ, ഭാര്യമാരില്ലേ? ഈ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ? ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. കുറച്ച് നാളായി നീ ഞങ്ങളായിട്ട് കുരങ്ങുറപ്പിക്കാൻ തുടങ്ങി. ശക്തമായ നടപടികൾക്ക് തന്നെ വിധേയമാക്കേണ്ടതാണ്. നടപടികൾ എടുക്കാൻ കോൺഗ്രസിന്റെ ത്രാണിയില്ല എന്ന് വന്നു. അത് കോൺഗ്രസിന്റെ ഗതികേടാണ്, കോൺഗ്രസിന്റെ തകർച്ചയാണ്. ഞാനുണ്ടോടാ നിനക്ക് കുറച്ച് നീങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കൂ. ഞാൻ എപ്പോഴും വെർജിനാണ്, പ്രോമിസ്. അതിനിടെ ഞാൻ പറഞ്ഞു നീ വൃത്തികെട്ടവനാണെന്ന്. സമാനമായ കേസിൽപ്പെട്ട മുകേഷ് MLA-ക്കെതിരെ ഒരു നടപടിയും CPM എടുത്തിട്ടില്ല. ഇപ്പോഴും നിയമസഭയിൽ വരുന്നുണ്ട്. നിങ്ങൾ കാര്യം അറിയാതെ വെറുതെ നുണ പറയരുത് കേട്ടോ. ഞങ്ങൾക്ക് നുണ പറഞ്ഞിട്ട് എന്താ കാര്യം? രാഷ്ട്രീയവും സിനിമയും ഒരുപോലെയാണ്. സിനിമക്ക് സിനിമയുടേതായിട്ടുള്ള ചില പ്രത്യേകതകളും കാര്യങ്ങളും ഉണ്ട്. അത് സിനിമയാണ്, ഇത് രാഷ്ട്രീയമാണ്. ഇപ്പോഴെന്തിനാ അത് പറയുന്നത്? അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോളെ ഇതുപോലുള്ള ചില വൃത്തികെട്ടവന്മാരാ നേരെ ചൊവ്വേ ജീവിക്കുന്ന മലയാളികൾക്ക് ചീത്തപ്പേരുണ്ടാക്കുന്നത്. ആ കുറ്റവാളിയെ രക്ഷിക്കാനല്ലേ, ഈ തെറ്റുകളെ ന്യായീകരിക്കാൻ. ഇനി ഞാൻ ഇവിടുന്ന് കൊലപാതകയാവും. ഒരു സ്മോൾ അടിച്ചിട്ട് പോടാ. അടിച്ചന് അച്ഛന്റെ പ്രായം ഉണ്ടായി പോയി.